അതെ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ, ആയിരത്താണ്ടുകൾക്ക് മുന്നേ എന്ന് വേണം പറയാം. രാമായണത്തിൽ പുഷ്പക വിമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രാമായണം ഹിന്ദു മതഗ്രന്ഥമാണെന്ന് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ അതൊക്കെ കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടെത്തുന്നത്. അപ്പോൾ അന്നത്തെ മനുഷ്യർ എന്ത് പറഞ്ഞാലും ഇവിടെ തലച്ചോറിനെ കൈമാറി വന്ന് ഇവിടെ പലരും ഉദ്ഘോഷിച്ച് വരുന്നുണ്ട്. അവരൊന്നും ആരെയും കുറ്റം പറയുന്നൊന്നുമില്ല. എല്ലാവർക്കും അവനെ രീതിയിൽ പോവാം. പല സംഗതികൾ മതം മാത്രമല്ല, പലതുണ്ട്. മതം വരുന്നുണ്ട്, രാഷ്ട്രീയം വരുന്നുണ്ട്, പലതും വരുന്നുണ്ട്. എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാലോ. അപ്പോൾ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടെത്തുന്നതിൻ്റെ എത്രയോ മുന്നേ തന്നെ വിമാനത്തെക്കുറിച്ച് ചിന്തകളുണ്ടായിരുന്നു. അതിൻ്റെ ചിത്രങ്ങളൊരു സങ്കല്പിയ ചിത്രം വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പം അത്രയും ഉയർന്ന ചിന്താഗതിയിൽ അത്രയും മാനസികാവസ്ഥയുള്ള ആളുകൾ നമ്മളെ കുറേ തലമുറയ്ക്ക് മുന്നേ 5000-10,000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്നു. പിന്നെ മഹാഭാരതത്തിലൊക്കെ പറഞ്ഞ ക്ലോണിങ്ങിലൂടെ കുട്ടികളെ ആ മാംസം എടുത്തിട്ട് അങ്ങനെയാക്കിയിട്ട് ഇന്ന് ക്ലോണിങ്ങിൽ ആട്ടുംകുട്ടീനെ ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യനുണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്, ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് അത് പറ്റില്ല. അങ്ങനെ അങ്ങോട്ട് വിവാദങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എവിടെ എത്തിയെന്നറിയില്ല, അതും പറയുന്നുണ്ട്. പിന്നെ മഹാഭാരത യുദ്ധത്തിലൊക്കെ അസ്ത്രങ്ങൾ, ബ്രഹ്മാസ്ത്രം, വരുണാസ്ത്രം, ഇതൊക്കെ പോയിട്ട് മിസൈലുകളായിട്ട് വർഷിക്കുന്ന പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിച്ച് വരുമ്പം പല അസ്ത്രങ്ങളും മിസൈലുകളും തടുക്കാൻ പറ്റാത്ത തടുക്കുന്നതുമായിട്ടും ഭൂമി നശിക്കുന്നതും തടയാൻ പറ്റാത്തതും സ്കഡായിട്ടും പാട്രിയറ്റായിട്ടും ബ്രഹ്മോസായിട്ടും പല പേരുകളിലും അങ്ങനെ പലതുമായിട്ടുള്ള സംഗതികൾ വരുമ്പം അന്നും അതിൻ്റെ ചിത്രങ്ങളും അതിനെക്കുറിച്ചുള്ള ചിന്തകളും ഏത് രീതിയിലായാലും അതെങ്ങനെ വന്നാലും അങ്ങനത്തെ ഒരു ചിന്താഗതി, അങ്ങനത്തെ ഒരു സങ്കല്പങ്ങളും അങ്ങനത്തെ ഒരു കഥകളും ഇവിടെ നമ്മളെ തലമുറയ്ക്ക് മുന്നേ ഒരു തലമുറേൻ്റെ ഇതിന്ന് കൈമാറി വന്ന പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതെത്ര ഉയർന്നതായിരിക്കും, എത്ര നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാം. എത്ര 10 പ്രാവശ്യമല്ല 100 1000 നാവുള്ള അനന്തത നിനക്കാവുമോ ഭഗവാനെ വാഴ്ത്താന്ന് പറഞ്ഞാലേ 1000 നാവുകൊണ്ടല്ല, അനന്തമായ 1000 നാവ് കൊണ്ട് നമുക്ക് പറഞ്ഞ് നടക്കാം. നമ്മളൊക്കെ ഇതിൻ്റെ ആളുകളാണ്. നമ്മൾ പിന്നിലുള്ള ആൾക്കാർ ഇവിടെ നിൽക്കുന്നതൊക്കെ തന്നെയല്ലേ. നമ്മൾക്കെല്ലാവർക്കും പറയാം, നമ്മളൊക്കെ ഈ സംസ്കാരത്തിൻ്റെ ഇത്രയും മഹത്തായ, ഇത്രയും ഉത്കൃഷ്ടമായ, ഇത്രയും പുരോഗതി എത്രയോ കാലങ്ങൾക്ക് മുന്നുള്ള ഹിന്ദു സംസ്കാരത്തിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മൾ.